1939 പൊട്ടിപ്പുറപ്പെട്ട രണ്ടാം ലോകമഹായുദ്ധം മദ്രാസ് പ്രവിശ്യയിലെ സൗത്ത് കനറ ജില്ലയിൽപ്പെട്ട തൃക്കരിപ്പൂർക്കാരുടെ ജീവിതത്തെയും തകർത്ത് തരിപ്പണമാക്കി. സിലോൺ, ബർമ, മലായ തുടങ്ങിയ നാട്ടിലേക്കുള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുടിയേറ്റം നിലച്ചു. ജോലി തേടി അവിടങ്ങളിലേക്ക് യാത്രയായ നമ്മുടെ നാട്ടുകാർ അവിടെ കുടുങ്ങി. പലരും തിരിച്ചു വന്നില്ല, അവിടെ തന്നെ മരിച്ചു വീണു. നാട്ടിൽ ബസൂരി തുടങ്ങിയ പകർച്ചവ്യാധിയും പടർന്നു പിടിച്ചപ്പോൾ തൃക്കരിപ്പൂർ ഗ്രാമം ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും കൂപ്പുകുത്തി വീണു. ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ജോലി തേടി നമ്മുടെ നാട്ടുകാർ ഫാർ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. സാമ്പത്തിക നില മെച്ചപ്പെട്ടു. മേഖലയിലെ ഏറ്റവും സാമ്പത്തിക അടുത്തിലുള്ള ഗ്രാമമായി തൃക്കരിപ്പൂർ മാറി. അപ്പോഴേക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം നാടിന്റെ പ്രഭ കെടുത്തി. ലോകത്താദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ 1957 അധികാരം ഏറ്റെടുത്തു. ഇന്നത്തെ തൃക്കരിപ്പൂർ മണ്ഡലമായ നീലേശ്വരത്തായിരുന്നു മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് മത്സരിച്ചത്. അദ്ദേഹത്തിന്റെ എതിരാളിയായി മത്സരിച്ചത് തൃക്കരിപ്പൂരിലെ TV കോരനായിരുന്നു. ലോകത്താദ്യമായി ബാലറ്റിൽ കൂടെ അധികാരം കിട്ടിയ EMS മന്ത്രിസഭയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്തു. അക്കൂട്ടത്തിൽ തൃക്കരിപ്പൂരും TV കോരനുമൊക്കെ ചർച്ചയായി വന്നു. റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിൽ ഡോക്യുമെന്ററി രൂപത്തിൽ തൃക്കരിപ്പൂർ അടങ്ങിയ ഗ്രാമങ്ങളും ചർച്ചയായി വന്നു. 1957 വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരായിരുന്നു വിധിശക്തി മന്ത്രി. അദ്ദേഹം മുൻകൈയെടുത്ത് 1957 KSEBക്ക് രൂപം കൊടുത്തു. തുടർന്ന് കേരളത്തിൽ വ്യാപകമായി വൈദ്യുതി എത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ആദ്യഘട്ടമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു വിധിശക്തി വിതരണം നടത്തിയത്. പിന്നീട് 1959 ആയപ്പോഴേക്കും പ്രധാന ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് വൈദ്യുതി നൽകി തുടങ്ങി. വൈദ്യുതി മന്ത്രി VR കൃഷ്ണയുടെ അടുത്ത സുഹൃത്തായ തൃക്കരിപ്പൂർ പട്ടേലർ മുഹമ്മദ് കുഞ്ഞിയുടെ സ്വാധീനം തൃക്കരിപ്പൂരിൽ വൈദ്യുതി വിതരണം എളുപ്പമാക്കി. അപ്പോഴും അയൽ ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വൈദ്യുതി പോസ്റ്റുകൾ തൃക്കരിപ്പൂരിലെ ചരൽ റോഡ് വക്കിൽ സ്ഥാപിക്കാൻ തുടങ്ങി. ജനങ്ങൾ ആകാംക്ഷയോടെ നിർമ്മാണ പ്രവർത്തനം നോക്കി നിന്നു. ഇനി ദൈർഘ്യമേറിയ പകലുകളുടെ ദിനങ്ങൾ വരവായി. ഗ്രാമീണർ അടക്കം പറഞ്ഞു. 1959 മാർച്ച് 17 തൃക്കരിപ്പൂരിൽ ആദ്യ വൈദ്യുതി എത്തി. വാർത്തകൾ ഇടം നേടിയ TV കോരന് തന്നെയായിരുന്നു ഒന്നാം നമ്പർ കൺസ്യൂമർ നമ്പർ. ആദ്യഘട്ടം എന്ന നിലയിൽ 100ഓളം കണക്ഷനുകൾ ഗ്രാമത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചു. ഈ അത്ഭുത വിളക്ക് കാണാൻ TV കോരന്റെയും സമീപ പ്രദേശത്തുള്ള വീടുകളിലും ആളുകൾ ചൂട്ടിന്റെയും പെട്രോമാക്സിന്റെയും വെട്ടത്തിൽ എത്തി തുടങ്ങി. ഒരു കൗതുകത്തോടെ അത് അവർ നോക്കിക്കണ്ടു. പുരോഗതിയുടെ വെളിച്ചമായി ഈ തെളിച്ചത്തെ അവർ കണ്ടു. വീണ്ടും ചൂട്ട് വെളിച്ചത്തിന്റെ വെട്ടത്തിൽ അവർ വീടുകളിലേക്ക് മടങ്ങി.